ഓക്കെ, അപ്പം ഈ മാട്ടുപ്പെട്ടി മച്ചാനില് ചേട്ടനും നവാസിക്കയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹമായിട്ടുള്ള പെട്ടെന്ന് അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം എന്തായിരുന്നു? അല്ല, മാട്ടുപ്പെട്ടി മച്ചാനിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് നവാസ് ചെയ്തത്. ചെയ്തിട്ടുള്ളത് മാട്ടുപ്പെട്ടി മഹാദേവൻ എന്ന് പറഞ്ഞ പിന്നെ ക്യാപ്റ്റൻ രാജു അദ്ദേഹം എടുത്ത ആ റോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഫുൾ ലെങ്ത് റോളാണ്. ഞാനും ബൈജുവും ജഗതി ചേട്ടനും ഒടുവിൽ ഉണ്ണികൃഷ്ണനും ക്യാപ്റ്റൻ രാജുവും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റോളായിരുന്നു. അപ്പം ആരൊക്കെയോ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇത് അത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു മെച്യൂരിറ്റി വന്നോ, പ്രായമായോ, എക്സ്പീരിയൻസ് വന്നോ ഒക്കെ എന്നൊക്കെ ചോദിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിൻ്റെ ജോസ് തോമസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വിനു കിരിയത്ത്, ബാലു കിരിയത്ത്, അല്ല പിന്നെ രാജൻ കിരിയത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധമൊക്കെ വെച്ചിട്ട് അത് വേണം. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് സിങ്കായി. എനിക്കൊന്ന് നവാസിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടിയ ഒരു പടമായിരിക്കും അത്. രണ്ടാമത് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷി കല്യാണം എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ ബ്രദറായിട്ട്. അപ്പോൾ ഈ വക്കീലാക്കി വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോറിയൊക്കെ ഓടിക്കുന്നത്. ലാസ്റ്റ് വരെ ഉണ്ടായിരുന്ന രംഗമാണ്. അപ്പൊ ഞാൻ പിന്നെ ബിടായി ബംഗ്ലാവില് കുറെ നാള് പിന്നെ പിഷാരടി പോയതിനു ശേഷം നവാസായിരുന്നു കുറെ നാൾ. അപ്പൊ അവിടെയൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല മെച്യൂരിറ്റി ആയി. ഇതേ കണക്ക് സ്ക്രിപ്റ്റ് ഇല്ലാതെ പറയാൻ കാര്യം മിമിക്രിയും പാട്ടും എല്ലാം പുള്ളിക്ക് അറിയാമല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഇതെല്ലാം തന്നെ മൂന്നും നല്ല ബ്രേക്ക് ചെയ്ത് അതുവരെയുള്ള കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ് കിട്ടിയത്. വളരെ സോഫ്റ്റാണ്. അനാവശ്യമായിട്ടൊന്നും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയത്തുള്ളൂ. പ്രതീക്ഷിക്കാത്ത തരത്തിൽ പാട്ട് പാടും. എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റാണെന്ന് വിചാരിച്ചിരിക്കാന്നില്ല. പക്ഷെ ഒരു പാട്ട് പാടുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ വിത്ത് സ്വര സ്ഥാനം വരെ ക്ലിയർ ആയിട്ടാണ് പാടുന്നത്. ഞാൻ ജയരാജ് സാറിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു ഈ ഒരു ക്യാരക്ടർ മുകേഷ് ചേട്ടന് ഒരു ചലഞ്ചിങ് ആണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? നമ്മളത് കഥ പറയുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഈസിനെസ് വരും. അതായത് ചുമ്മാ കിടന്നാൽ മതിയല്ലോ, ഡയലോഗ് പറയുന്നു, കിടക്കുന്നു. പിന്നെ സിങ്ക് സൗണ്ടാണ്, അപ്പോൾ ഡയലോഗൊക്കെ ഹൃദയസ്ഥമാക്കണം. പിന്നെ വേറെ ഡബ്ബിങ്ങിൽ ശരിയാക്കാവുന്നുള്ള. പക്ഷേ അവിടെ കാര്യങ്ങളിലേക്ക് ചെന്നപ്പോഴാണ് മറ്റുള്ള റോളുകൾ ചെയ്യുന്നതായിരുന്നു എത്രയോ എളുപ്പം. കാര്യം നമ്മൾ എങ്ങനെയാണോ തുടക്കത്തിൽ കിടക്കുന്നത്, എവിടെ ഏത് വിരലാണോ അനക്കാൻ സാധിക്കുന്നത്, ഫസ്റ്റ് ഷോട്ടിൽ കഴുത്ത് എവിടം വരെയാണോ അടക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണോ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത്, അത് തീരുന്നത് വരെ വേണം. അല്ലെങ്കിൽ അതിനകത്ത് കണ്ടിന്യൂറ്റി അടിക്കും. അത് ഒരു ആക്ടറിൻ്റെയും ഡയറക്ടറിൻ്റെയും ഏറ്റവും വലിയ ശ്രദ്ധ വരേണ്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് ഒരു ദിവസം 2 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് യൂസ്ഡ് ആയെങ്കിലും ഡയലോഗിനേക്കാൾ പ്രധാനം മാനറിസം. ഏതൊക്കെ അവയവങ്ങളാണ് നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നത്, എവിടെയാണ് നോക്കാൻ പറ്റുന്നത്, ഇങ്ങോട്ട് നോക്കാൻ പാടുണ്ടോ, നമ്മൾ അഭിനയിച്ചു വരുമ്പോഴത്തേക്ക് അതല്ല ഞാൻ എന്ന് പറയും. പക്ഷെ അതല്ല ഞാൻ പറയാൻ പാടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ശ്രദ്ധ ഭയങ്കര ഒരു ത്രില്ലിങ് സംഭവമായിരുന്നു. നമ്മൾ പോസ്റ്റർ നോക്കുമ്പോൾ 2 ഫോട്ടോയും അച്ചട്ട് പോലെ, ആ ഒരു ചിരി, സെയിം ചിരി. അപ്പൊ ഈ ഒരു മുല്ലശ്ശേരി രാജുവിനെ പഠിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ല, അങ്ങനെ നമ്മൾ അത് ഒരു സിനിമയിൽ നിന്ന് വിട്ടുപോകും. നമുക്ക് കഥാപാത്രം വേണം, ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്യുമെന്ററി ടൈപ്പിൽ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ പറയുന്നു. അപ്പം ഈ 2 പടങ്ങൾ, ഒന്ന് മുല്ലശ്ശേരി രാജുവും അദ്ദേഹത്തിൻ്റെ വൈഫ്. ഇതിപ്പം മുല്ലശ്ശേരി രാജു അഭിനയിക്കുന്ന ഞാനും എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ആശാ ശരത്. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമിലാരിറ്റിയാണ്. അപ്പം ഞാൻ ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടെ ഞാൻ പറയാം. ഞാൻ ഈ ഫോട്ടോ കണ്ട് ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ സിനിമയൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. കാര്യം അത്രമാത്രം സിനിമാക്കാരുമായിട്ടും കലാകാരുമായിട്ടും ഗായകരുമായിട്ടും ഒക്കെ വളരെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പം എനിക്ക് അവിടെ പോയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പല സന്ദർഭങ്ങളിലും ജസ്റ്റ് അവിടെ എത്തിയില്ല. അപ്പം ഞാൻ അത് ഇങ്ങനെ ഫോട്ടോ കണ്ടിട്ട് ജയരാജ് ഇങ്ങനെയാണ് ഈ ഫോട്ടോ ഇങ്ങനെയായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എടുത്തിട്ട്
ഇവര് വീട്ടിലോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു അത്ഭുതകരമായ റിസംബ്ലൻസ് ആണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഒരു പരിധി വരെ ഞാൻ വിശ്വസിച്ചുള്ളൂ. ഞാൻ എന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞു. ഈ സിനിമ കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ എൻ്റെ ഫോണിനകത്ത് ഞാൻ പിന്നെ വെച്ചിരുന്നു. നെക്സ്റ്റ് സിനിമ ഹരീഷ് പേരാടി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ, അദ്ദേഹവും ഞാനും കൂടെ ചെയ്യുന്നു. അപ്പം ഷൂട്ടിങ് തുടങ്ങാൻ കുറച്ച് താമസിക്കും. അപ്പം ഞാനും അദ്ദേഹം കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്പം മുകേഷ് ഏത് സിനിമ ചെയ്തത്? ഞാൻ പറഞ്ഞു ജയരാജിൻ്റെ മെഹഫിൽ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. പെട്ടെന്ന് എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ ഈ ഫോട്ടോ എടുത്ത് കാണിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു മുല്ലശ്ശേരി രാജു, ജീവിച്ചിരുന്ന ആളാണ്, 14 കൊല്ലം തളർന്നു കിടന്ന കോഴിക്കോട്ടുകാരനാണെന്ന് പറഞ്ഞപ്പം പുള്ളി വേറെ ഒന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല. പുള്ളിയും ഒരു സസ്പെൻസിൽ, മുകേഷ് എൻ്റെ ചെറിയ പ്രായം, സ്കൂളിൽ പഠിക്കുകയാണ്, ഒരു വള്ളി നിക്കറൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ നടന്നാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം പോകുന്നത്. ഒരു ദിവസം നടന്നിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഫ്രണ്ടിൽ ഒരു വെള്ള അംബാസഡർ കാർ വന്നു നിന്നു. അപ്പം നമ്മളെല്ലാവരും നിന്നു. നോക്കുമ്പോൾ ഡോറ് തുറക്കുന്നു, ഒരു വെള്ള ചെരുപ്പ് പുറത്തോട്ട് വരുന്നു, പിന്നെ ഒരു വെളുത്ത കസവ് മുണ്ട് വരുന്നു, പിന്നെ ജുബ്ബ ഇട്ടൊരാൾ വരുന്നു. തിരിഞ്ഞു നോക്കി അയാൾ പുഞ്ചിരിക്കുന്നു ഞങ്ങളെ നോക്കി. യേശുദാസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യേശുദാസിനെ കാണുന്നത്. ഞങ്ങളെല്ലാവരും യേശുദാസിനെ ജീവിതത്തിൽ കാണാൻ പറ്റും എന്ന് വിചാരിച്ചിരുന്നില്ല. അന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, സിനിമാ നടന്മാരെക്കാട്ടി നടിമാരെക്കാട്ടിയൊക്കെ ആരാധകരുള്ള ഒരാളായിരുന്നു ദാസേട്ടൻ. ഞങ്ങൾ സ്തബ്ധരായി നിന്ന് എല്ലായിടത്തും ടാറ്റ പറഞ്ഞിട്ട് കയറിപ്പോയി. അത് മുല്ലശ്ശേരി രാജുവിൻ്റെ വീട്ടിലേക്കാണ് കയറിപ്പോകുന്നത്. അദ്ദേഹം കൂടെ വരുമെന്നറിയാൻ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ സ്കൂളിലേക്ക് ഓടുകയാണ് ഈ വിവരം ഞങ്ങൾ കണ്ടു എന്ന് പറയാൻ വേണ്ടി. പറഞ്ഞു വന്നത് മുല്ലശ്ശേരി രാജുവിനെയും വൈഫിനെയും എനിക്ക് എത്രയോ കാലമായിട്ട് കൊച്ചു പ്രായം മുതൽ അറിയാം, ഇത് തന്നെ. അപ്പോഴാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭയങ്കരമായ ഒരു റിസംബ്ലൻസ് എങ്ങനെയോ വന്ന് പെട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യം. അതെ അതെ അതെ. അപ്പൊ ഈ മുല്ലശ്ശേരി രാജു, ബേബി ചേച്ചി, ആ ഒരു പ്രണയം, ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ അനൂപേട്ടൻ്റെ ഇന്റർവ്യൂ എടുത്തപ്പം അനൂപേട്ടൻ പറഞ്ഞു, അനൂപേട്ടൻ കണ്ടിട്ടുള്ള ഏറ്റവും മഹത്കരമായിട്ടുള്ള പ്രണയം ഇവരുടേതാണെന്ന്. മുകേഷ് ചേട്ടൻ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, നമുക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ആയിരിക്കും നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ ഈ ഊണിലും ഉറക്കത്തിലും അദ്ദേഹത്തെ കുളിപ്പിക്കുന്നത് തൊട്ട് അദ്ദേഹം ഉറങ്ങുന്നത് വരെ ഒരു സ്ത്രീ ഇങ്ങനെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗാധമായ പ്രണയമുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്നതാണ്. ഒരു മടിപ്പ് കാര്യം അല്ലെങ്കിൽ തന്നെ ഫുൾ എനർജി ആയിട്ട് ഫുൾ ആരോഗ്യത്തോടെ നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ പ്രശ്നമാകുമ്പോൾ ഈ രോഗിയായിട്ട് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ പണ്ട് എങ്ങനെയായിരുന്നു അവരെ അതേപോലെ സൽക്കരിക്കുക. ഇങ്ങനെ 24 hours രാത്രി ഉറങ്ങുന്നുണ്ടോ, അതല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് വേറെ ഒരു ബന്ധത്തിനും അത് പറ്റത്തില്ല. പ്രണയം തന്നെ ആയിരിക്കണം.